ഞങ്ങളുടെ റിപ്പോർട്ടർ സജേഷ് രാജാജി ഹാളിന് സമീപത്താണ് ഉള്ളത്. അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. സജേഷ്, നിരവധിയായ ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന്, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഒക്കെ തന്നെയും കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ദില്ലിയിൽ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കും. രാഷ്ട്രപതി അവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ്? അവിടെ കൂടുതൽ ആളുകൾ രാജാജി ഹാളിലേക്ക് തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. സജേഷ്, തീർച്ചയായും സൗമ്യ, രാജാജി ഹാളിൽ പൊതുദർശനത്തിന് തിരക്ക് ഏറുകയാണ്. രാവിലെ 5:50 തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ജയലളിതയുടെ ഭൗതിക ശരീരം ഈ രാജാജി ഹാളിൽ എത്തിച്ചത്. ആ സമയം മുതൽ തിരക്ക് വർദ്ധിക്കുകയല്ലാതെ കുറയുന്നതേയില്ല. ഒരു ജനപ്രവാഹം തന്നെ രാജാജി ഹാളിലേക്ക് ഉണ്ടാകുന്നു. രാജാജി ഹാളിൽ അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എത്തും. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു രാവിലെ മുതൽ ഇവിടെയുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ പി സദാശിവം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിട്ടുള്ള രാജാജി ഹാളിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം രാജാജി ഹാളിന് പുറത്ത് ഉണ്ട്. കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആണ് ഈ പൊതുദർശനത്തിന് വേണ്ടി ഉള്ളത്. വൈകിട്ട് 4 മണിവരെയാണ് ഈ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് ഈ അവരുടെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആരാധകർക്കും അവരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കുമുള്ള സമയം. 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മറീന ബീച്ചിൽ ജയലളിതയുടെ കൂടി ഗുരുവായിട്ടുള്ള MGRന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് തൊട്ടടുത്തായിരിക്കും ജയലളിതയുടെ സംസ്കാരവും നടക്കുക. അത് 4 മണിക്കാണ്. ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും. നമുക്കറിയാവുന്നതുപോലെ ജയലളിത ഏറ്റവും അവസാന കാലത്ത് നടത്തിയ വളരെ ജനപ്രിയമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ പേര് പറഞ്ഞ് അലമുറയിടുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഈ രാജാജി ഹാളിൽ കാണാൻ കഴിയുന്ന കാഴ്ച. അലമുറയിട്ടുകൊണ്ടാണ് സ്ത്രീകൾ തങ്ങളുടെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുന്നത്. തമിഴകത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് ജയലളിത. ആദ്യഘട്ടത്തിൽ ജയലളിത എന്തായിരുന്നോ അതല്ല ഏറ്റവും അവസാന കാലത്ത് അവർ തമിഴകത്തിൻ്റെ അമ്മയായി മാറുകയായിരുന്നു. ചില വിപ്ലവകരമായ തീരുമാനങ്ങൾ, അമ്മ ചായക്കടകൾ, 1 രൂപയ്ക്ക് അരി തുടങ്ങിയ വിപ്ലവകരമായ തീരുമാനങ്ങളിലൂടെ ഏറ്റവും ജനകീയമായിട്ടുള്ള മുഖ്യമന്ത്രിയായി ജയലളിത മാറുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് രാജാജി ഹാളിലും ഇന്നലെ ജയലളിത അപ്പോളോ ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അപ്പോളോ ആശുപത്രിക്ക് മുന്നിലും പോയസ് ഗാർഡൻ ഔദ്യോഗിക വസതിക്ക് മുന്നിലും ഉണ്ടായിരുന്ന വലിയ ജനത്തിരക്ക്. 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് ജയലളിതയുടെ ഭൗതിക ശരീരം പോയസ് ഗാർഡനിൽ എത്തിച്ചത് 1.5 മണിക്കൂർ ജനത്തിരക്കായിരുന്നു. വഴിയോരങ്ങളിൽ എങ്ങും ആ ജനത്തിരക്ക് പുലർച്ചെ 2:30 മണി മുതൽ 4 മണി വരെ ആയിരുന്നു. പുലർച്ചെ 4 മണി വരെ ആയിരുന്നു. ആ രീതിയിലാണ് വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ 4 മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ ജയലളിതയെ ഒരു നോക്ക് കണ്ട് മടങ്ങിയെത്തിയിട്ടുള്ള ഒട്ടേറെ തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അമ്മ ഇല്ല എന്നുള്ള സത്യം അത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ அம்மா இல்லாத வாழ்க்கை எந்த வாழ்க்கை தமிழ்நாட்டில் கிடையாது. அம்மா தான் தமிழ்நாடு, தமிழ்நாடு தான் அம்மா, அம்மா தான் தமிழ்நாடு, தமிழ்நாடு தான் அம்மா. மக்களால் அம்மா, மக்களுக்காகவே அம்மா. அந்த அளவுக்கு இருந்த அம்மாவை இன்னைக்கு இழந்து நின்ற கட்சிக்காரங்கள, கட்சியை விட்டு அப்பாற்பட்ட சாதாரண மக்கள், ஏழை மக்கள் கூட நீ கண்ணீர் வடிக்கிறா, கண்ணீர் வடிச்சு கேட்குறா, அம்மா எப்படி இறந்தாங்க, இறந்து தெரியலையே. அந்த அளவுக்கு கிடைக்கும். அம்மா மேலே உள்ள ஆர்வம் உள்ளவங்க வந்து அம்மாவை பார்க்க சிங்கத்தை பார்த்த மாதிரி இன்னைக்கு சிங்கத்தை வந்து படுக்க வச்சிட்டோம். சிங்கம் இறந்து போச்சு. ஆனால் சிங்கத்தை கூட ஆனால் அம்மா மறக்க முடியாது. மதுரையிலேருந்து வந்திருக்கேன். ஆனால் சாதாரண 1987 ஜாஜே அம்மா பிரிஞ்சப்ப ஏர்போர்ட்ல வந்து இறங்குறாங்க. அப்போ அம்மாவை வந்து ஏர்போர்ட்டில் ஜங்ஷனில் ஏர்போர்ட்டில் அப்படி ரோடில் நிற்கிறேன். தென்னாட்டு பெடாசிர் பட்ட நகராக கத்துறோம். தென்னாட்டு பெடாசிர் கேட்டிக்க தங்கமணி, கம்யூனிஸ்டுடைய ரைட் கம்யூனிஸ்டுடைய தலைவர் கேட்டிக்க தங்கமணி, மதுரை மத்திய துறை MLA கேண்டிடேட். அம்மா அறிவிக்கிறாங்க,
வேட்பாளர் அறிவிக்க வரும் பொழுது ஊர் மதுரையா? எப்போ வந்தது? மார்னிங்கில் அம்மையை பார்த்தாச்சா? 89ல். அல்ல, இங்கே எப்போ வந்தது? அம்மையை பார்த்தாச்சா? இது பாட்டேன் நானா ஒரு வாரமாக இங்கே தான் உட்காந்து ரூம் எடுத்து இங்கே தான் தங்கியிருக்கோம். இருந்து 89ல் இடைத்தேர்தல் வருது. ஜார்ஜை பிரிஞ்சப்ப அம்மா இடத்துல கேட்டிக்க தங்கமணின்னு சொல்லி கம்யூனிஸ்டுடைய ரைட் கம்யூனிஸ்ட் தலைவர் வந்து மத்திய தூருடைய கேண்டிடேட் வேட்பாளர் அறிவிக்கிறாங்க. ஜார்ஜ் தோற்று போயிட்டாரு, வெற்றி வாய்ப்பு இழந்துட்டாரு. ஆனால் அந்த ஏர்போர்ட்டில் இறங்கும்போது அந்த 89 எனக்கு வயசு என்ன 1963 பிறந்து 89ல் 26 வயசு மேரேஜெலாம் ஆகலை எனக்கு. சரி, எந்த ஊர்? எப்போ வந்தாச்சு? அம்மையை பார்த்தாச்சு? சென்னை தான், துறைமுகம் தொகுதியில் தான் இருக்கோம். நான் புரட்சி தலைவி பேரவையில் வந்து செயலாளராக இருக்கேன். இப்போ பார்த்தீங்கன்னா நான் வந்து 90லேருந்து அம்மா பேரவையில் இருக்கேன். அம்மா இறந்த துயரத்தில் நாங்கள் 3 நாளாக எதுவுமே எங்களால் ஜீர்ணிக்க முடியாத காரணமாக இருக்கோம். நாங்கள் அம்மா வந்து தமிழகத்துக்கு ஒரு சிங்கம் மாதிரியாகவும் ஒரு மகாராணி மாதிரியாகவும் வாழ்ந்த ஒரு அம்மா இன்றைக்கி இறந்துட்டாங்கன்னு சொல்லும் போது எங்களுக்கெல்லாம் பெரிய வியப்பாக இருக்குது. எங்களுக்கெல்லாம் எப்படி நாங்களாம் வாழ்வோன்றதே எங்களுடைய வாழ்வாதாரமே போன மாதிரி எங்களுக்கு பறி போன மாதிரி ஒரு உணர்வு இருக்குது. நாங்கள் என்ன அடுத்து என்ன செய்ய போகிறோன்றது தெரியல. அந்த அதிமுக எப்படி நடக்கும் அப்படின்றது எங்களுக்கு புரியாத புதிராக இருக்குது. அன்றைக்கி எம்ஜிஆர் விட்டுட்டு போன அரசியலை 29 ஆண்டு காலமாக புரட்சி தலைவி அம்மா அவங்க அப்படியே கட்டி காத்து அத்தனை உறுப்பினர்களையும் அத்தனை கீழ்மட்ட உள்ள அத்தனை பேரையும் பொதுமக்களையும் அத்தனை பேரையும் அரவணைச்சு அம்மா பல சலுகைகளை செஞ்சு பல திட்டங்களை வகுத்து மக்களுக்கு ஏழை எளிய மக்களுக்கு சரியான சாப்பாடு உணவு இந்த மாதிரி பல வகையான திட்டங்களாம் தீட்டி இது வரைக்கும் உலக தரத்திலேயே யாருமே செய்ய முடியாத திட்டத்தெல்லாம் அம்மா செஞ்சுருக்காங்க. அப்படியாப்பட்ட அம்மா இறந்துட்டாங்கும் போது இந்த தமிழ்நாட்டுக்கே ஒரு துயரம். தமிழ்நாட்டில் ஒரு வீட்லேயும் இருக்கக்கூடிய ஒரு மனிதனுக்கும் அனைத்து கட்சி விடுங்க, அனைத்து மக்களுக்கும் எந்த கட்சியில் இருந்தாலும் சரி அனைத்து மக்களுக்கும் அவங்க செஞ்ச தொன்று பணியாற்றுதல் அவங்க செஞ்ச அத்தனையுமே வேறு யாரும் ஈடுகட்ட முடியாத சூழ்நிலையில் நாங்கள் இருக்கோம். சாதாரண அடிப்படை மனுஷன் கூட 10 ரூபாய்க்கு இன்றைக்கி சாப்பிடக்கூடிய அளவுக்கு கொண்டு வந்தது அம்மா தான். அம்மாவை தவிர யாரும் செய்ய முடியாத ஒரு சாதனை அம்மா தான். புரட்சி தலைவி அம்மா மாதிரி இனி இந்த தமிழகத்திலையும் சரி இந்தியாவிலையும் சரி யாருமே வரமாட்டாங்க, உலகத்திலேயே யாரும் வரமாட்டாங்கன்னு நான் ஆணித்தரமாக சத்தியம் பண்ணி சொல்லுறேன். இன்றைக்கி பார்த்தீங்கன்னா எங்கள் அம்மா புரட்சி தலைவி இருந்தது எங்கள் குடும்பத்தாருக்கும் இங்கே இருக்கக்கூடிய எங்கள் கட்சிக்காரங்களுக்கும் மக்களுக்கும் தமிழகத்துக்கும் ஏன் இந்தியாவுக்கு பெரிய பேரிழப்பாக இருக்குதுன்னு நான் சொல்லிக்கிறேன். அது அம்மையை கண்டோ? நான் வந்து எம்ஜிஆர் வீட்டுக்கு பக்கத்துலேருந்து ராமவரத்துலேருந்து வரேன். 154வது வட்டம். எங்கள் தங்க தலைவை பார்க்கணுன்றதா காலையிலேருந்து க்யூவில் நின்று ரொம்ப கஷ்டப்பட்டு சிரமப்பட்டு வந்து பார்த்தோம். அம்மாவை பார்க்கும்போது அழ முடியாத அளவுக்கு எந்த அளவுக்கு பண்ண முடியுமோ அந்த அளவுக்கு நல்ல திட்டங்களை செய்தாங்க, நல்லதை செய்தாங்க. இன்றைக்கி எம்ஜிஆருக்கு பிறகு அம்மா போர்ப்படை தளபதி மாதிரி இருந்து இந்த கழகத்தை கட்டி காத்தாங்க. இனிமே எப்படி இருப்போமோ எங்களுக்கு எல்லாருக்குமே இன்றைக்கி தமிழ்நாட்டில் இருக்கிற அத்தனை மக்களும் அத்தனை வீட்டில் இருக்கிற அத்தனை ஏழை மக்களும் வசதியான ஏழை அத்தனை பேருமே இன்றைக்கி துயரத்தில் இருக்காங்க. இது ஈடு இணை செய்ய முடியாத ஒரு சோகம். இது எப்படி நாங்கள் அதை சரி பண்ண போகிறோம் என்னன்னு தெரியல. തീർച്ചയായും സൗമ്യ, தமிழகത്തിൻ്റെ ഒരു ജയലളിതയോടുള്ള വികാര പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. ഇവർക്ക് ജയലളിത അമ്മയാണ്, ദൈവമാണ്. ഏറ്റവും അവസാന കാലത്തെ ജനകീയമായ ഒട്ടേറെ തീരുമാനങ്ങൾ ജയലളിതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ ജനകീയ തീരുമാനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ജയലളിതയെ ഓർക്കുന്നത്. സ്ത്രീകൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ രാജാജി ഹാളിൽ എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്ത്യദർശനം കഴിഞ്ഞ് ആളുകൾ തിരിച്ചു പോകുന്ന വഴിയിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തതും. ഇപ്പോൾ വലിയ തിരക്ക് രാജാജി ഹാളിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പോലീസ് കർശന സുരക്ഷയും മുന്നൊരുക്കവും നടത്തിയെങ്കിലും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിൽ പോലും അല്ല കാര്യങ്ങൾ. വലിയ തോതിലുള്ള ഒരു തിരക്ക് വീണ്ടും വർദ്ധിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ പി സദാശിവം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ എത്തിച്ചേരും. മറ്റ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ, ദേശീയ നേതാക്കൾ എല്ലാവരും എത്തിച്ചേരുന്നു.
അതേ സമയത്ത് തന്നെ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നു. ചെന്നൈയിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും നിറഞ്ഞു കവിഞ്ഞാണ് ഇപ്പോൾ ചെന്നൈയിലെത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇതുപോലൊരു ഡിസംബറിലായിരുന്നു മുൻപ് ജയലളിതയുടെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള MGR ഇതേ രാജാജി ഹാളിൽ പൊതുദർശനത്തിന് MGRന്റെ ഭൗതിക ശരീരം വെച്ചിരുന്നത്. അതേ രാജാജി ഹാളിൽ വീണ്ടും ഇപ്പോൾ ജയലളിതയുടെ ഭൗതിക ശരീരം വെക്കുന്നു. ഈ രാജാജി ഹാളിനും ജയലളിതയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട്. രാജാജി ഹാൾ ജയലളിത മുഖ്യമന്ത്രിയായതിനു ശേഷം നിയമസഭാ മന്ദിരം എന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രി കരുണാനിധി പണി കഴിപ്പിച്ചായിരുന്നു. എന്നാൽ ജയലളിത ഈ രാജാജി ഹാളിൽ നിയമസഭാ സമ്മേളനം കൂടാൻ തയ്യാറായില്ല. തമിഴ്നാട് അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം താങ്ങാനാവാതെ, അതിൽ വിശ്വസിക്കാനാവാതെ നിരവധിയായ ആളുകൾ അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാജാജി ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെയൊക്കെ നിരവധിയായ പ്രമുഖരാണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ദില്ലിയിൽ നിന്നും ചെന്നൈയിലേക്ക് തിരിക്കും. ഒപ്പം തന്നെ രാഷ്ട്രപതിയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 4:00 മെറീന ബീച്ചിൽ MGRന്റെ സ്മാരകത്തിന് തൊട്ടടുത്തായിരിക്കും ജയലളിതയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കുക. രാജാജി ഹാളിലേക്ക് ഇപ്പോഴും നിരവധിയായ ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തമിഴകം ഒന്നാകെ. സജേഷ് ചേർന്നുണ്ട് ഒരിക്കൽ കൂടി. സജേഷ്, ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രമുഖരും ഒപ്പം തന്നെ മന്ത്രിമാരടക്കമുള്ളവർ, സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധിയായ ആളുകളൊക്കെ തന്നെയും അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. മറുഭാഗത്ത് സാധാരണക്കാരായ ജനങ്ങൾ അമ്മയെ തലമുറയിട്ടുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ പര്യാപ്തമായ വിധത്തിൽ അവിടെ പോലീസ് സേന അവിടെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അങ്ങനെയുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സൗമ്യ, തമിഴകം അവരുടെ പ്രിയപ്പെട്ട നേതാവിന് പൊട്ടിക്കരച്ചിലോടുകൂടി കണ്ണീരോടുകൂടി വിട നൽകുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും രാജാജി ഹാളിന് പുറത്തുള്ള നീണ്ട ക്യൂവിലാണ്. രാവിലെ 5:50 പൊതുദർശനം ആരംഭിച്ചപ്പോൾ തന്നെ രാജാജി ഹാൾ തിങ്ങി നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹാളിന് പുറത്താണ് ജയലളിതയുടെ ഭൗതിക ശരീരം ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ജയലളിതയുടെ ഭൗതിക ശരീരം നമ്മൾ കാണുന്നത് പോലെ ഹാളിന് പുറത്ത് വെച്ചിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായി മുഖ്യമന്ത്രി പനീർസെൽവവും മറ്റു മന്ത്രിമാരും MLA മാരും ഇരിക്കുന്നു. ആ ഭാഗത്തേക്കാണ് ആളുകൾ ഒഴുകിയെത്തുന്നത്. അവരുടെ നേതാവിനെ അന്തിമമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ചെന്നൈയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതായാണ് വിവരം. ചെന്നൈയിലേക്കുള്ള എല്ലാ ട്രെയിനുകളും ബസ്സുകളും നിറഞ്ഞു കവിയുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ രാജാജി ഹാളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എണ്ണിയാൽ തീരാത്തത്ര ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു. ഇതിൽ ഒരംശം ആളുകൾക്ക് പോലും ഇതുവരെ ജയലളിതയെ അവസാനമായി കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കണ്ടവരേക്കാൾ 10 ഇരട്ടിയാണ് കാണാനുള്ളവർ. അവർ വളരെ നീണ്ട ക്യൂവിലാണ്. രാജാജി ഹാളിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയെങ്കിലും ഈ ക്യൂ ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. രാജാജി ഹാൾ ജയലളിതയെ സംബന്ധിച്ചും ചില ചരിത്രമുള്ള സ്ഥലമാണ്. അത് രാജാജി ഹാളിൽ തന്നെ അന്തിമ ദർശനം നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ രാജാജി ഹാൾ ഒരു നിയമസഭാ മന്ദിരം എന്ന നിലയിലായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. എന്നാൽ ജയലളിത മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മന്ദിരം, ഇത്ര വലിയ മന്ദിരം നിയമസഭാ സമ്മേളനത്തിന് വേണ്ട എന്ന് തീരുമാനിക്കുകയും നിയമസഭാ സമ്മേളനം ചേരാതെ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. ഇത്തരം ചില ജനപ്രിയ തീരുമാനങ്ങളാണ് ജയലളിത എന്നും ജനകീയയാക്കി മാറ്റിയിരുന്നത്. നേരത്തെ 90കളിലുണ്ടായിരുന്ന ധൂർത്തയായിട്ടുള്ള ജയലളിത അല്ല തമിഴ്നാടിൻ്റെ മനസ്സിലുള്ളത്, മറിച്ച് ജനകീയമായിട്ടുള്ള ഒരു ജയലളിതയാണ്. ഏറ്റവും ഒടുവിലത്തെ കാലത്ത് ജയലളിത നടത്തിയ അമ്മ ചായക്കട പോലുള്ള പ്രവർത്തനങ്ങൾ, സാധാരണക്കാരുടെ ഇടയിലേക്ക് വികസനം ചെല്ലുന്ന തരത്തിലേക്ക് ജയലളിത നടത്തിയ പ്രവർത്തനങ്ങൾ, ആ ജനകീയ പ്രവർത്തനങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ എത്തുന്നത്. 1 രൂപയ്ക്ക് 3 ചപ്പാത്തി തരുന്ന അമ്മ, ആ അമ്മ ഇനി ഇല്ല എന്നാണ് സ്ത്രീകളുടെ കരച്ചിൽ പറയുന്നത്. തമിഴകത്തിൻ്റെ ഒരു മൊത്തം വികാരമാണിത്. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ മുഴുവൻ നേതാക്കളും ഇവിടെ എത്തുന്നു. അതോടൊപ്പം തന്നെ ജയലളിത ഒരു രാഷ്ട്രീയ നേതാവും ഭരണകർത്താവും മാത്രമായിരുന്നില്ല, ഒരു കലാകാരിയായിരുന്നു, സാംസ്കാരിക പ്രവർത്തകയായിരുന്നു. ആ രീതിയിൽ ആ രംഗത്തെ പ്രമുഖരെല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ സത്യരാജ്, പ്രഭു തുടങ്ങിയ സിനിമാ താരങ്ങൾ, വിജയകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഉൾപ്പെടെയുള്ളവർ രാജാജി ഹാളിലുണ്ട്. പ്രധാനമന്ത്രി
നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ എത്തും. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ പി സദാശിവം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ എത്തും. മറ്റ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ, ദേശീയ നേതാക്കൾ തുടങ്ങിയവരെല്ലാം ഈ രാജാജി ഹാളിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് ജയലളിതയെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഒരു വലിയ ജനക്കൂട്ടവും ഈ രാജാജി ഹാളിനൊപ്പം ഉള്ളത്. രാവിലെ 5:50 പൊതുദർശനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഹാൾ, ഇതിൻ്റെ ഗ്രൗണ്ട് വളരെ വലിയ വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് നിറച്ച് രാവിലെ തന്നെ ആളുകളായിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ടിൽ കൊള്ളാൻ കഴിയാത്തത്ര ആളുകൾ, ഈ ഗ്രൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ മൈതാനത്തിന് പുറത്തുണ്ട്. അവർ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ സാധ്യതയില്ല. അത്ര വലിയ ജനാവലി ഇവിടെ ഉണ്ട്. ജയലളിതയുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ MGRനെ സംസ്കരിച്ചിട്ടുള്ള മറീന ബീച്ചിൽ MGRൻ്റെ സംസ്കരിച്ച സ്ഥലത്തിന് തൊട്ടരികെ തന്നെ ആണ് സംസ്കാര ചടങ്ങുകൾ ജയലളിതയിൽ നടക്കുക. അത് വൈകുന്നേരം 4 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് വൈകിയേക്കാം. ഇപ്പോഴും വലിയൊരു ജനക്കൂട്ടം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് രാജാജി ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സൗമ്യ. സജേഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നിരവധിയായ പ്രമുഖർ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ രാജാജി ഹാളിന് പുറത്ത് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അർപ്പിക്കാനായി, അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. സുനിലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുനിൽ, ഇപ്പോഴും നേരത്തെ ചില സ്ത്രീകൾ പറയുകയുണ്ടായി, ഒരു ഭാഗത്ത് നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം ജയലളിത എന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ പരിശോധിക്കുമ്പോൾ അവിടെ നിരവധിയായ വിഷയങ്ങളുണ്ട്, അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ, ജയിൽവാസം അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സ്ത്രീകൾ പറയുകയുണ്ടായി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഞങ്ങളുടെ അമ്മ അധികാരത്തിലിരുന്ന അത്രയും കാലമാണ് എന്ന്. അങ്ങനെ അമ്മയുടെ ഈ ഒരു വിയോഗം ഒരു വലിയ വിടവായി തീരുന്നുണ്ടോ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ? സൗമ്യ, അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അക്കാര്യത്തിൽ മറുപടിയുണ്ട്. കാരണം തമിഴ് ജനതയുടെ പെൺകൊടി, പെൺമണിയായ വീരപ്പെൺമണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജയലളിതയുടെ വിയോഗം അവരുടെ ഉയിര് നഷ്ടപ്പെട്ടതുപോലെ, അവർക്ക് അവരുടെ ഉയിരാണ്, അവർക്കെല്ലാമാണ് ജയലളിത എന്നുള്ളത് തന്നെയാണ്. ഉയിരും ഉണർവും ഒക്കെ ആയിരുന്ന തലൈവിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓരോ ആളുകളും, ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ ഓരോരുത്തരുടെയും മനസ്സ്, അവരുടെ കണ്ണുകൾ അവർ അറിയാതെ തന്നെ നിറഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഈ രാജാജി നഗറിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ആ മൃതദേഹത്തിന് സമീപത്ത് എത്തുന്നവരുടെ ആയാലും അങ്ങ് അകലെ നിന്നുകൊണ്ട് ഒരു നോക്ക് കാണുന്നവരുടെയൊക്കെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു. സ്ത്രീകളൊക്കെ അലമുറയിട്ട് കരയുന്നു എന്നതും വിലപിക്കുന്നതും അടക്കമുള്ള കാഴ്ചകൾ നമുക്കിവിടെ ഓരോ മേഖലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. കാരണം ഒരു ഭരണാധികാരി അവരുടെ ആദ്യകാല ഭരണത്തിലൊക്കെ നിന്ന് വളരെ വ്യത്യസ്തമായി സാധാരണക്കാർക്കിടയിലേക്ക് ഒരു വ്യക്തിത്വമായി, സാധാരണക്കാരുടെ മനസ്സിന്, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വികാര നിർഭരമായ സ്നേഹം പ്രകടനങ്ങളുടെയൊക്കെ മൂർധീഭാവമാണ് ഈ തമിഴ് ജനത എന്ന് പറയുന്നത്. പെട്ടെന്ന് വൈകാരികമായി ഏത് കാര്യത്തിൽ പ്രതികരിക്കുകയും, പ്രത്യേകിച്ച് തമിഴ് എന്ന് പറയുന്നതിനോട് അവരുടെ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങളെ ഉൾക്കൊള്ളുകയും, അവരുടെ ഭാഷയായാലും അവരുടെ ഭരണം, അങ്ങനെ ഒരു തമിഴ് എന്നുള്ളതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ജനതയുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ജനത, അവരുടെ അമ്മ അവരെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ പറയുന്നതിനൊക്കെ അപ്പുറത്ത് തന്നെയാണ് അവരുടെ ദുഃഖവും അവരുടെയൊക്കെ ആ ഒരു വേർപാടിലെ വേദനയുമൊക്കെ അത്തരത്തിൽ തന്നെ നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നും ഒഴുകിയെത്തുന്ന ജനസഞ്ചയം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ സിനിമാ മേഖലയിലെ ഒട്ടേറെ ആളുകൾ രാഷ്ട്രീയപരമായി വൈര്യമുണ്ടായിരുന്നെങ്കിൽ പോലും കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ അടക്കമുള്ളവരുടെയൊക്കെ ഒരു വരവ്, നടൻ വിജയകാന്തിനെ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും അധികം സന്തോഷത്തോടെ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് ജയലളിത തന്നെയാണ്, പ്രതിപക്ഷ നേതാവായി വരുന്നതും. കാരണം കരുണാനിധിയെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തള്ളിക്കൊണ്ട് സ്ഥിരം വൈരിയായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. പക്ഷേ സാധാരണക്കാരന് എന്താണ് ആവശ്യം, ആ സാധാരണക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് തമിഴ് ജനത മൊത്തം കണ്ടത്. അത് പെൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരു സർക്കാരും ചെയ്യാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസപരമായി പെൺകുട്ടികൾക്ക് കമ്പ്യൂട്ടർ നൽകുന്നതടക്കം, അവരുടെ വിവാഹ ആവശ്യത്തിന് ധനസഹായം നൽകുന്ന പദ്ധതികളടക്കം, അവർക്ക് സൈക്കിൾ നൽകുന്നതടക്കം, വിശക്കുന്നവന് ആഹാരം നൽകുന്ന പദ്ധതികൾ, ഇങ്ങനെ ഒരു സാധാരണ അവർക്ക് ഒരു 30 രൂപയ്ക്ക് ഒരു ദിവസം
അവർക്ക് വയറ് നിറച്ച് ഭോജനം നടത്തി അവർക്ക് അവരുടെ വിശപ്പ് മാറ്റാനായി തരത്തിൽ അമ്മ ഹോട്ടലുകളായാലും സാധാരണക്കാരന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ ചെലവിൽ സിമൻറ്റും നിർമ്മാണ സാമഗ്രികളും എത്തിക്കുന്നത്, മറ്റ് ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം, ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതാണ് ഈ ദുഃഖത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതും അതുതന്നെയാണ്. സംസ്ഥാന സർക്കാരും ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് തന്നെയാണ് 3 ദിവസത്തെ ദുഃഖാചരണത്തിന് സംസ്ഥാന സർക്കാരും തീരുമാനിച്ച് ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. മന്ത്രിസഭാ യോഗം രാവിലെ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അല്പസമയത്തിനും തന്നെ ഇവിടെ നിന്ന് വിമാനത്തിൽ ചെന്നൈയിലേക്ക് തിരിക്കും. അതുപോലെ തന്നെ ചെന്നൈയിൽ ഈ ഒരു വലിയ ജനസഞ്ചയത്തിനോടൊപ്പം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരും, രാഷ്ട്രപതി എത്തിച്ചേരും, അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തിരക്ക് പോലീസിന് തന്നെ നിയന്ത്രണ വിധേയമാക്കാനാകുമോ എന്ന് നമുക്ക് ഈ ജനസമുദ്രം കാണുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ടി വരുന്ന ഒരു കാര്യമാണ്. കാരണം തിക്കും തിരക്കും പെട്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സൗമ്യ. യെസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ പി വി തോമസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി വി തോമസ്, ഒരുപക്ഷെ അസ്വാഭാവികമായ പലതും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം. നമുക്കറിയാം, MGRന്റെ മരണത്തിന്റെ കാര്യത്തിൽ സമയത്തുള്ള കാര്യങ്ങളായാലും, അല്ലെങ്കിൽ DMK-യിൽ നിന്ന് പിന്നീട് AIDMK-യുടെ ജയലളിതയിലൂടെയുള്ളൊരു വളർച്ച, അവരിലേക്ക് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ആരാധനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിയത്, അതുവരെ ഉണ്ടായിരുന്ന വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള DMK പോലും അതിശയിച്ചു നിന്നു പോയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം. ഒരുപക്ഷെ അത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലൊക്കെ, അല്ലെങ്കിൽ അത്തരം തമിഴ്നാട് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ജയലളിത എന്ന ഈ ഒരു അതികായയായ ഒരു പെൺസിംഹം എന്നൊക്കെ രീതിയിൽ ദേശീയ രാഷ്ട്രീയം പോലും വിലയിരുത്തുന്ന ഈ ഒരു സ്ത്രീയുടെ വിയോഗം എങ്ങനെയായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക? ശ്രീ പി വി തോമസ്. തീർച്ചയായിട്ടും ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജയലളിതയുടെ സംഭാവനകളും ജയലളിതയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുവാൻ നമുക്ക് അല്പം സമയം വേണ്ടിവരും. കാരണം അത് ചരിത്രമാകുന്നതേ ഉള്ളൂ. ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വിലയിരുത്തുന്നത് പറഞ്ഞാൽ എന്ത് കണ്ടാണ് ഞാൻ പറയാം. ജയലളിത ഒരു ശക്തയായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഏകാധിപത്യ പ്രവണതകളുള്ള ഒരു ഭരണാധികാരിയുമായിരുന്നു അക്കാര്യത്തിൽ. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും AIDMK പാർട്ടിയെ ജയലളിത സ്വന്തം മുഷ്ടിക്കുള്ളിൽ ഒരുക്കിക്കൊണ്ടാണ് ഭരണം നടത്തിയത്. ആ പാർട്ടിക്കുള്ളിൽ യാതൊരു ഉൾപാട്ട് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. ജനാധിപത്യ മര്യാദകൾ അനുസരിച്ചായിരുന്നില്ല ജയലളിതയുടെ പാർട്ടിയോടുള്ള സമീപനവും അതല്ലെങ്കിൽ തന്നെ ഭരണവും എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും ജനങ്ങൾക്ക് പ്രിയങ്കരിയായ ഒരു നേതാവായിരുന്നു ജയലളിത എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ 4 പ്രാവശ്യം മുഖ്യമന്ത്രിയാകാൻ സാധിച്ചത്. പല എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ആരംഭത്തിലെ തന്നെ ജാനകി രാമചന്ദ്രൻ MGRന്റെ ഭാര്യ ഒരു പ്രതിയോഗിയായിരുന്നു. അവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ജയലളിത തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും AIDMK-യെ കയ്യിലൊതുക്കുന്നതും. അതിനുശേഷം ജയലളിതയുടെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്നും ജയിലിലേക്ക് പോയിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്നും വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിൽ നോക്കുമ്പോൾ ജയലളിത സമ്മിശ്രമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് എല്ലാ രാഷ്ട്രീയക്കാരിലൊക്കെ ഉണ്ടായിരിക്കും അതുപോലുള്ള കാര്യങ്ങൾ. എങ്കിൽ തന്നെയും ജയലളിതയെ അവഗണിച്ചുകൊണ്ട് ഒരു ചരിത്രം തമിഴ്നാട്ടിലെ സാധ്യമല്ല, അല്ലെങ്കിൽ ദ്രാവിഡിയൻ പൊളിറ്റിക്സിന് സാധ്യമല്ല. ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ ഒരു നെടുന്തൂണായിട്ട് നിന്നുകൊണ്ടായിരുന്നു ജയലളിത തന്റെ പ്രതിയോഗികളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുമ്പോട്ട് പോയതും ഭരിച്ചതും ഇപ്പോൾ കടന്നുപോയിരിക്കുന്നതും. ഒരുപക്ഷെ നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതാണ്. ആ ഒരു ദ്രവീഡിയൻ സ്പിരിറ്റ് അതെപ്പോഴും അതിനെയാണ് എപ്പോഴും തമിഴൻ, പ്രത്യേകിച്ച് ജയലളിതയെ പോലുള്ള ഒരാളെ ഒപ്പം നിർത്തുമ്പോഴൊക്കെയും അവരുടെ ഒരു വികാരമായി നിന്നിട്ടുള്ളത്. അത് എത്രത്തോളം അത് ഇനി അങ്ങോട്ടുള്ളൊരു കാലത്ത് നമ്മൾ പറയും ജയലളിത മാറി നിന്നാൽ അവിടെ BJP-ക്ക് സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ഇപ്പം മുല്ലപ്പെരിയാർ വിഷയങ്ങളിലൊക്കെ തന്നെയും അവിടെ ഒരു അത്തരത്തിലൊരു തന്ത്രം മെനയാൻ ഒരു BJP ശ്രമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനും അപ്പുറത്തേക്ക് ഈ ഒരു ദ്രവീഡിയൻ വിഷയം എങ്ങനെയായിരിക്കും ഇനി തമിഴ്നാട് പൊളിറ്റിക്സിൽ നിർണായക ഘടകമാവുക ജയലളിതയ്ക്ക് ശേഷവും? ദ്രവീഡിയൻ പൊളിറ്റിക്സ് വളരെ രസകരമായിട്ട് ഒരു അയ്യങ്കാർ യുവതിയാണ്, സ്ത്രീയാണ് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ നിർണായകത്വം ഏറ്റെടുത്തത് MGR-ൽ നിന്നും എന്നുള്ളതാണ്. MGR-ഉം അതുപോലെ തന്നെ മലയാളിയായിരുന്നു. അദ്ദേഹം
നമ്പ്യാറായിരുന്നു, അത് മേനോനായിരുന്നു എനിക്ക് തോന്നുന്നത്. അതെ, അപ്പൊ അദ്ദേഹം ബ്രാഹ്മണിക്കൽ ഓർഡറിനെതിരായിട്ടുള്ള ഒരു ഇതായിരുന്നു ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. MGR ജയലളിത വന്നതിന് ശേഷം പാർട്ടിയെ പുഷ്ടമാക്കിയെങ്കിലും പാർട്ടിയെ ദുർബലമാക്കിയതാണ് മറ്റൊരു കാര്യം. കാരണം വേറെ ഒരു രണ്ടാം നേതൃനിരയെ അനുവദിച്ചില്ല, മൂന്നാം നേതൃനിരയെ അനുവദിച്ചില്ല. പനീർശെൽവത്തെയൊക്കെ വെറുതെ ഒരു പാവ പോലെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ഫലമാണ് ഇനി, അതിന്റെ ദുർഫലമാണ് ഇനി അനുഭവിക്കാനായിട്ട് പോകുന്നത് ADMK എന്ന് പറയുന്ന പാർട്ടി. പനീർശെൽവത്തിന് എന്ത് സാധിക്കും? ശശികലയുടെ റോൾ എന്തായിരിക്കും ഇതില്? അപ്പോൾ ഞാൻ അവിടെ ഈ പറഞ്ഞൊരു നാടകീയത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതായത് നമുക്കറിയാം നേരത്തെ മുതൽക്കേ തന്നെ ADMKയിലെ ഈ ഒരു സ്പ്ലിറ്റിനുള്ളൊരു വലിയ സൂചനകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ശശികലയെ ഒരു ഘട്ടത്തിൽ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ പോലും ജയലളിതയ്ക്ക് ഉണ്ടായി. ഇപ്പോൾ പനീർശെൽവം മുഖ്യമന്ത്രി ആയെങ്കിൽ കൂടിയും മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ശശികല ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക? ADMKയിലെ വലിയൊരു പിളർപ്പിനുള്ള ഒരു സാധ്യത, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുമോ? പിളർപ്പ് തൽക്കാലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെയൊക്കെ BJPയുടെ, അതായത് പ്രധാനമന്ത്രി മോഡിയുടെ ഒക്കെ ഒരു കൈയുണ്ട്. കാരണം അടുത്ത വർഷം വരാൻ പോകുന്ന പ്രസിഡന്റ് ഇലക്ഷനിന്റെ ഇലക്ട്രൽ കോളേജ് മാറാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പിളർപ്പിനൊന്നുമല്ല സാധ്യത. മിക്കവാറും പനീർശെൽവം മുഖ്യമന്ത്രിയും ശശികല ഒരു പ്രധാന ശക്തിയുമായിട്ട് നിൽക്കും. ഇവർ രണ്ടുപേരും ഫേവർ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഒരുമിച്ചു. പക്ഷേ തമ്പിദുരയുടെ ഒരു റോൾ ഉണ്ടാകും. ഡെപ്യൂട്ടി സ്പീക്കർ, ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ തമ്പിദുര ശക്തമായ ഒരു റോള് തീർച്ചയായിട്ടും വഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ആ ഒരു ഐക്യം എത്ര കാലം തുടരും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനുള്ളത്. അത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടും തുടരുമോ, അത് അതിനു മുമ്പ് തന്നെ അത് ഒലയുമോ എന്നുള്ള കാര്യമൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ദ്രാവിഡൻ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ്രാവിഡൻ പൊളിറ്റിക്സിലെ ഒരു വലിയ വഴിത്തിരിവാണ് ജയലളിതയുടെ മരണം എന്ന കാര്യത്തിൽ സംശയമില്ല. ADMKയുടെ സ്ഥാനം, ADMK തകർന്നു പോയി കഴിഞ്ഞാൽ ആ സ്പേസ് ആരായിരിക്കും ഒക്യുപൈ ചെയ്യാൻ പോകുന്നത്, കയ്യേറാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നതാണ്? അത് BJP ആണോ, അതെയോ DMKക്ക് ഗുണമുണ്ടാകുമോ, അത് കോൺഗ്രസിന്റെ കാര്യം ചിത്രത്തിലേ വരുന്നില്ല. കോൺഗ്രസ് സമുദായ പൊളിറ്റിക്സിൽ എങ്ങുമില്ല. അപ്പോൾ DMKക്ക് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? അവിടെയും വലിയൊരു സ്പ്ലിറ്റ് നിലനിൽക്കുന്നില്ലേ? അതെ, അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഇതാണല്ലോ. അത് ശരിയാണ്, സ്പ്ലിറ്റ് ഉണ്ട്. കുടുംബ കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് DMKയില്. അത് ആര് വേണോ, സ്റ്റാലിൻ വേണോ, അത് കരിമൊഴി വേണോ, അതോ മറ്റു മകൻ വേണോ എന്നെല്ലാം ഇതുണ്ട്. പക്ഷേ ഇതിന് ഉരുത്തിരിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിത് വളരെ ഇതായിട്ടുള്ളതാണ് ഒരു സമയമാണ് ഇപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അത് ഏത് രീതിയിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അത് DMKയിലും അതുപോലെ തന്നെ ADMKയിലും. ADMKയിൽ ജയലളിതയുടെ തിരോധാനത്തോടെ അത് പൊലിഞ്ഞിരിക്കുകയാണ് ADMK എന്ന് പറഞ്ഞ പാർട്ടി. അത് ഭരണകക്ഷി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. വളരെ നന്ദി ശ്രീ PV തോമസ് അവസരം ഞങ്ങൾ സംസാരിച്ചതിന്. തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറിച്ചാണ് അദ്ദേഹം വിശദമായി തന്നെ സംസാരിച്ചത്. ഏതായാലും ജയലളിതയെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധിയായ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും രാജാജി ഹാളിന്റെ സമീപത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് എന്ന് തന്നെ വേണം പറയാൻ. ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് രാജാജി ഹാളിന് പുറത്താണ്. അവിടേക്ക് സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധിയായ ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ അടക്കമുള്ളവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. 4:30 മെറീന ബീച്ചിൽ MGRന്റെ സ്മാരകത്തിന് തൊട്ട് സമീപത്താണ് ജയലളിതയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കുന്നത്.